മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ മൗറീഷ്യസ് ജനതയ്ക്ക് വേണ്ടി ത്രിവേണി സംഗമത്തിലെ പുണ്യജലം എത്തിച്ചു നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പലർക്കും പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെ പുണ്യസ്നാനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. അവർക്ക് വേണ്ടിയാണ് ഈ പുണ്യജലം താൻ ഇവിടെ കൊണ്ടുവന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: 66 കോടി ജനങ്ങൾ പങ്കെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ മഹാകുംഭമേള എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. മൗറീഷ്യസിലെ നിരവധി കുടുംബാംഗങ്ങൾക്ക് കുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അവരുടെ മാനസിക ബുദ്ധിമുട്ടിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും നിങ്ങൾക്കായി ഞാൻ കൊണ്ടുവന്ന പുണ്യജലം ഗംഗാ തലാബ് നദിയിൽ ലയിപ്പിക്കും. ഗംഗാ മാതാവിന്റെ അനുഗ്രഹത്താൽ തന്നെ മൗറീഷ്യസ് പുരോഗതിയുടെ പുതിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നതായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രയാഗ്രാജിൽ കഴിഞ്ഞ മാസം സമാപിച്ച മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയ മൗറീഷ്യസ് ജനതയ്ക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി ഗംഗാജലം കൊണ്ടുവന്നത്. രാജ്യത്തിലെ പലർക്കും ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും അതുകൊണ്ടാണ് താൻ ഈ പുണ്യജലം കൊണ്ടുവന്നതെന്നും പ്രധാനമന്ത്രി പറയുന്നു. പോർട്ട് ലൂയിസ് സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതും. അതേസമയം ഇന്ത്യയും മൗറീഷ്യസും തമ്മിലുള്ള ബന്ധത്തിന് അതിരുകളില്ല. ഇന്ത്യയുടെ സമുദ്ര മേഖലയിലെ പ്രധാന പങ്കാളിയാണ് മൗറീഷ്യസ്. എല്ലാ മേഖലകളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലേക്കെത്തും. ഇന്ത്യയും മൗറീഷ്യസും തമ്മിലുള്ള സഹകരണം സർക്കാർ സ്വകാര്യ മേഖലകളുടെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തമായാലും കോവിഡ് മഹാമാരിയായാലും വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ ഒരു കുടുംബം പോലെ തന്നെ ഞങ്ങൾ എല്ലായ്പ്പോഴും പരസ്പരം നിലകൊണ്ടിട്ടുണ്ട്. കോവിഡ് മഹാമാരി അകപ്പെട്ടിരുന്നപ്പോൾ തന്നെ 1 ലക്ഷം വാക്സിനുകളും അവശ്യ മരുന്നുകളും മൗറീഷ്യസിൽ വിതരണം ചെയ്ത ആദ്യ രാജ്യമായിരുന്നു ഇന്ത്യ. മൗറീഷ്യസ് പ്രതിസന്ധി നേരിടുമ്പോൾ തന്നെ ആദ്യം പ്രതികരിക്കുന്നതും ഇന്ത്യയാണ്. മൗറീഷ്യസ് പുരോഗതി കൈവരിക്കുമ്പോൾ ആദ്യം ആഘോഷിക്കുന്നതും ഇന്ത്യയാണ് എന്നായിരുന്നു പ്രധാനമന്ത്രി വ്യക്തമാക്കിയതും. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനു മുൻപും മൗറീഷ്യസ് സന്ദർശിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയും മൗറീഷ്യസും തമ്മിലുള്ള ബന്ധത്തിന് 27 വർഷത്തെ പഴക്കമുണ്ട്. 1998 മൊക്കോയിൽ നടന്ന അന്താരാഷ്ട്ര രാമായണ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി മോദി ആ രാജ്യം സന്ദർശിച്ചിരുന്നു. അക്കാലത്ത് BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ശ്രീരാമന്റെ മൂല്യങ്ങളെക്കുറിച്ചും ഇന്ത്യയെയും മൗറീഷ്യസിനെയും ഒന്നിപ്പിക്കുന്നതിൽ രാമായണത്തിന്റെ പങ്കിനെക്കുറിച്ചും അന്ന് മോദി സംസാരിച്ചിരുന്നു. 2014, 2019, 2024 വർഷങ്ങളിൽ പ്രധാനമന്ത്രിയായുള്ള നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകളിലും മൗറീഷ്യസ് നേതാക്കളടക്കം പങ്കെടുത്തിരുന്നു. G20 സമ്മേളനത്തിൽ പ്രത്യേക ക്ഷണിതാവായി മൗറീഷ്യസിനെയും ഇന്ത്യ ക്ഷണിച്ചിരുന്നു. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ പാരമ്പര്യവും പൈതൃകവും ഉൾക്കൊള്ളുന്ന മൗറീഷ്യസ് വലിയ പ്രാധാന്യമായിരുന്നു അദ്ദേഹം നൽകിയിരുന്നത് എന്നതാണ് വ്യക്തം. ഇതേ പ്രാധാന്യം അദ്ദേഹം എപ്പോഴും നൽകുന്നുണ്ട്. ഭാവിയിലും ഇന്ത്യക്കൊപ്പം തന്നെ മൗറീഷ്യസിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും നരേന്ദ്രമോദിയുടെ പ്രയാണം നടക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.